ഹായ് ഡിയർ സ്റ്റുഡൻസ്, ലീനിയർ ആൾജിബ്രയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് വെക്റ്റർ സ്പേസസ്. നമ്മളെപ്പോഴും ഒരു സെറ്റ് ഇപ്പോൾ വി ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ എന്ന് നമ്മൾ പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ഓവർ എ ഫീൽഡ് എഫ് അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു വെക്റ്റർ സ്പേസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ഫീൽഡ് വേണം. അതായത് വിയുടെ കൂടെ ഒരു ഫീൽഡ് വേണ്ടേ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഒരു ഫീൽഡ് എന്ന് നോക്കാം. എന്തായിരുന്നു ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ, വാട്ട്സ് എ ഫീൽഡ്? അപ്പോൾ എഫ് എന്നത് ഒരു ഫീൽഡാണെന്ന് പറയണമെങ്കിൽ എഫ് എന്ന സെറ്റ് എന്താണെന്നറിയണ്ടേ. സോ ഫീൽഡിൻ്റെ ഡെഫിനിഷനാണ് ലെറ്റ് എഫ് ഡിനോട്ട്. എഫ് എന്നത് set of either the set of real numbers, either the set of real numbers or the set of complex numbers, the set of complex numbers. അപ്പോൾ ഈ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകിൽ അത് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ആവാം, അതല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സെറ്റ് ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ഒരു ഫീൽഡാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സ് എടുത്തു. അതിൽ ചിലപ്പോൾ നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ ആവാം, അതല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കളക്ഷൻ ആവാം. ഇനി എഫ് എന്നത് ഒരു ഫീൽഡ് ആവണമെങ്കിൽ നമുക്ക് രണ്ട് ഓപ്പറേഷൻ വേണം, അഡീഷനും മൾട്ടിപ്ലിക്കേഷനും. ഒന്നാമത്തെ ഓപ്പറേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് അഡീഷൻ, അല്ലാതെ ഇത് എപ്പോഴും അഡീഷൻ എന്ന ഓപ്പറേഷൻ അല്ല. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ എന്നത് രണ്ടാമത്തെ ഓപ്പറേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് മൾട്ടിപ്ലിക്കേഷന്. അപ്പോൾ ഇതെപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ എന്ന ഓപ്പറേഷൻ അല്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Z2 അഡീഷൻ മോഡുലോ 2 മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 2 ആണ്. Z2 എന്നതൊരു ഫീൽഡാണ്. ഇവിടുത്തെ ഫസ്റ്റ് ഓപ്പറേഷൻ അഡീഷൻ മോഡുലോ 2 ആണ്. നോക്കൂ, അഡീഷൻ എന്ന അതല്ല, നമ്മൾ ഡിനോട്ട് ചെയ്യാണ് അഡീഷൻ എന്നത്. അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഇവിടുത്തെ ഡോട്ട് എന്നതല്ല ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 2 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്പറേഷൻ നമ്മൾ അഡീഷൻ എന്ന് ഡിനോട്ട് ചെയ്യുന്നു, സെക്കൻഡ് ഓപ്പറേഷൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്നും ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിലെ ഫസ്റ്റ് ഓപ്പറേഷൻ ആയിട്ടുള്ള ഈ അഡീഷൻ എന്നത് കുറച്ച് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ എന്നതും കുറച്ച് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ ഈ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പറയാം എഫ് പ്ലസ് ഡോട്ട് ഈസ് എ ഫീൽഡ് എന്ന് പറയാം. അപ്പോൾ അഡീഷനെ കുറിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഓപ്പറേഷൻ ആയിട്ടുള്ള അഡീഷൻ നമുക്കൊന്ന് പറയാം. അഡീഷൻ എപ്പോഴും ക്ലോസ്ഡ് ആവണമല്ലോ, ക്ലോസ്ഡ് ആണ്. ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് അഡീഷനെ കുറിച്ചിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസാണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് അഡീഷൻ എന്നത് കമ്മ്യൂട്ടേറ്റീവ് ആവണം. അപ്പോൾ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ, അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് എക്സ് ഫോർ ഓൾ എക്സ് കോമ വൈ ബിലോങ്സ് ടു എഫ്. ഫീൽഡിൽ ഏത് രണ്ട് എലമെൻറ്റ് തമ്മിൽ ആഡ് ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആയിരിക്കും. അപ്പം എക്സ് വൈനോട് കൂടെ ആഡ് ചെയ്താലും വൈ എക്സിനോട് കൂടെ ആഡ് ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആയിരിക്കണം കിട്ടുക. സോ കമ്മ്യൂട്ടേറ്റീവ് മീൻസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് എക്സ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് അഡീഷൻ ഈസ് അസോസിയേറ്റീവ്. വാട്ട് ഈസ് മീൻ ബൈ അസോസിയേറ്റീവ്? അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ മൂന്ന് എലമെൻറ്റുകൾ തമ്മിൽ എങ്ങനെ ആഡ് ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആയിരിക്കും. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഫോർ ഓൾ എക്സ് കോമ വൈ കോമ സെഡ് ബിലോങ്സ് ടു എഫ്. കാരണം ആദ്യം വൈ പ്ലസ് സെഡ് ചെയ്തു, എന്നിട്ട് എക്സ് ആഡ് ചെയ്താലും പിന്നീട് എക്സ് പ്ലസ് വൈ ചെയ്തിട്ട് വൈ സെഡ് ആഡ് ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആയിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് അഡീഷൻ ഈസ് അസോസിയേറ്റീവ്. ദെൻ മൂന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പറയും എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി. ദാറ്റ് മീൻസ് ദർ ഈസ് എ യുണീക്ക് എലമെൻറ്റ്, ദർ ഈസ് എ യുണീക്ക് എലമെൻറ്റ് സീറോ. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ എലമെൻറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് സീറോ, അല്ലാതെ എപ്പോഴും സീറോ എന്ന എലമെൻറ്റ് നമ്മുടെ ഫീൽഡിലുണ്ട് എന്ന് പറഞ്ഞാണ്ടെല്ലാം നമ്മൾ ചെയ്യുക കേട്ടോ. ദർ ഈസ് എ യുണീക്ക് എലമെൻറ്റ് സീറോ ഇൻ എഫ് സച്ച് ദാറ്റ് എക്സ് പ്ലസ് സീറോ ഈസ് ഈക്വൽ ടു എക്സ്, that is equal to 0 plus x for all x belongs to f.
കാരണം ഇവിടെ നമ്മളിപ്പം 0 + x എന്ന് എഴുതേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് ആദ്യം നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ദർ ഈസ് എ യുണീക്ക് എലമെൻറ്റ് 0 in f such that x + 0 is equal to x for all x belongs to f. എഫിൽ ഏതൊരു എലമെൻ്റ് എടുത്തിട്ടും അതിനോട് കൂടെ നമ്മുടെ ഈ ഒരു യുണീക്ക് എലമെൻ്റ് ആയിട്ടുള്ള 0 ആഡ് ചെയ്താൽ നമുക്ക് എക്സ് തന്നെ കിട്ടണം. ഓക്കെ, ദെൻ ഫോർത്ത് പ്രോപ്പർട്ടി, to each x in f, to each x in f, എഫിൽ ഏത് എലമെൻ്റ് എടുത്താലും ദർ കറസ്പോണ്ട് ആ എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ദർ കറസ്പോണ്ട് എ യുണീക്ക് എലമെൻറ്റ് -x, എ യുണീക്ക് എലമെൻറ്റ് എക്സ് എടുത്താൽ അവിടെ ഒരു യുണീക്ക് എലമെൻറ്റ് എന്തുണ്ടാവും, -x ഉണ്ടാവും. സച്ച് ദാറ്റ് എങ്ങനെ വേണം, x + -x is equal to 0 for all x belongs to f. എഫിൽ നിന്നും ഏതൊരു എലമെൻറ്റ് എക്സ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എലമെൻറ്റ് -x ഉണ്ടാവും. അതിൻ്റെ പ്രോപ്പർട്ടിയാണ് x + -x is equal to 0. അതായത് ആ എലമെൻറ്റും അതിൻ്റെ ഇൻവേഴ്സും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഏതൊക്കെയാണ് ചർച്ച ചെയ്തത്? ഒന്നാമത്തത് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവാണ്, രണ്ടാമത്തത് അഡീഷൻ അസോസിയേറ്റീവാണ്, മൂന്നാമത്തത് അവിടെ ഒരു അഡിക്റ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ട്, നാലാമത്തെ അഡിക്റ്റീവ് ഇൻവേഴ്സും ഉണ്ട്. ഈ 4 പ്രോപ്പർട്ടിയും കൂടെ നമുക്ക് എന്ത് പറയാം? The above 4 properties together with f plus is an abelian group എന്ന് പറഞ്ഞൂടെ. f plus is an abelian group. അപ്പം അഡീഷനിൽ ഇത്രയാണ് പ്രോപ്പർട്ടീസ് ഉള്ളത്. അപ്പോൾ ഫീൽഡിൽ ഒരു എഫ് എന്നത് ഫീൽഡ് ആവണമെങ്കിൽ അഡീഷനിൽ ഈ 4 പ്രോപ്പർട്ടീസ് വേണം. ഈ 4 പ്രോപ്പർട്ടീസിന് നമ്മൾ പറയുന്നതാണ് അത് ആ എഫ് എന്നത് അണ്ടർ അഡീഷനിൽ ഒരു അബേലിയൻ ഗ്രൂപ്പ് ആവണം. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആവണം. ദെൻ അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി, അതായത് നമുക്കുള്ള അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്താ വരിക? മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതിൻ്റെ അർത്ഥം എന്താ? x × y = yx ഫോർ ഓൾ x, y belongs to f. ദെൻ ആറാമത്തെ പ്രോപ്പർട്ടി എന്താ? മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാലോ x × y × z = xy × z ഫോർ ഓൾ x, y, z belongs to f. ഇനി ഏഴാമത്തെ പ്രോപ്പർട്ടി ഏതാ? അതായത് മൾട്ടിപ്ലിക്കേഷനിൽ ഐഡൻറ്റിറ്റി ഉണ്ടാവണം. അപ്പോൾ ദർ എക്സിസ്റ്റ് എ യുണീക്ക് എലമെൻറ്റ് 1. അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എന്ത്? 1 എന്നത്. അങ്ങനെ ഒരു എലമെൻറ്റ് എഫിലുണ്ടാവണം. 1 in f such that x × 1 is equal to x for all x belongs to f. അപ്പം മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ് നമ്മൾ 1 എന്ന് ഡിനോട്ട് ചെയ്തത്. അതിൻ്റെ അർത്ഥം എക്സും എഫിലെ ഏതൊരു എലമെൻറ്റും ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ എലമെൻറ്റ് തന്നെ കിട്ടണം. ഓക്കെ, ദെൻ അടുത്ത പ്രോപ്പർട്ടി ഏതാ? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. 0ൻ്റെ പ്രത്യേകത എന്താ? അവിടെ 0ക്ക് ഇൻവേഴ്സ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ നമ്മൾ 0നെ ഒഴിവാക്കണം. അപ്പോൾ ടു ഈച്ച് നോൺ സീറോ element in f, there correspond a unique element. It's a non-zero element x in f എന്ന് കൊടുത്തോളൂ ഇവിടെ കേട്ടോ. x in f, there correspond a unique element x inverse.
ഇൻ എഫ് സച്ച് ദാറ്റ് ആ എലമെൻറ്റും അതിൻ്റെ ഇൻവേഴ്സും കൂടി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടും അല്ലേ. അപ്പോൾ 8ാമത്തെ പ്രോപ്പർട്ടിയാണ് ഇത്. ഇപ്പോൾ ഈ 5, 6, 7, 8 പ്രോപ്പർട്ടീസ് ഏതൊക്കെയായിരുന്നു? 5 എന്തായിരുന്നു? മൾട്ടിപ്ലിക്കേഷന് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി 6ാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? മൾട്ടിപ്ലിക്കേഷൻ എന്നത് അസോസിയേറ്റീവ് ആണ്. 7ാമത്തെ പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. 4ാമത്തെ പ്രോപ്പർട്ടി എന്താ? നോൺ സീറോ എലമെൻറ്റുകൾക്ക് നോൺ സീറോ എലമെൻറ്റ് ഹാസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലേ. ഈ 4 പ്രോപ്പർട്ടിയും കൂടി ഉൾപ്പെട്ട് നമ്മൾ എന്ത് പറയും? എഫ് എന്തൊഴിവാക്കണം? നോക്കൂ, നോൺ സീറോ എലമെൻറ്റുകൾക്ക് അവിടെ ഇൻവേഴ്സ് ഉള്ളൂ. അപ്പോൾ എഫിൽ നിന്ന് എന്തൊഴിവാക്കണം? 0നെ ഒഴിവാക്കണം. എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ കൊടുത്താൽ ഇത് എന്തായിട്ട് മാറും? ഈസ് ആൻ അബേലിയൻ ഗ്രൂപ്പ്. അപ്പോൾ എഫ് പ്ലസ് എന്നത് അബേലിയൻ ഗ്രൂപ്പായി. കൂടാതെ ഇപ്പം എന്തായി? എഫിൽ നിന്നും 0 ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ് എന്നത്, അല്ലെങ്കിൽ ആ ഒരു ആൾജിബ്രൈക് സ്ട്രക്ചർ എന്നത് അബേലിയൻ ഗ്രൂപ്പായി. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി, 9ാമത്തെ പ്രോപ്പർട്ടി, മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. അതായത് എന്ത് വരും? എക്സ് ഇൻറ്റു വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് എക്സ് സെഡ് ഫോർ ഓൾ എക്സ് കോമ വൈ കോമ സെഡ് ബിലോങ്സ് ടു എഫ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 9 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പറയാം എഫ് പ്ലസ് ഡോട്ട് ഈസ് എ ഫീൽഡ്. അപ്പോൾ അതിന് സിമ്പിളായിട്ട് നമുക്ക് എത്ര പ്രോപ്പർട്ടീസ് ആക്കി മാറ്റാം? 3 പ്രോപ്പർട്ടി ആക്കാം അല്ലേ. അപ്പോൾ 1ാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? എഫ് പ്ലസ് എന്നത് അബേലിയൻ ഗ്രൂപ്പ്. 2ാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? എഫിൽ നിന്നും 0നെ ഒഴിവാക്കുക, എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ അതെന്തായി? അബേലിയൻ ഗ്രൂപ്പായി. 4ാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് എന്ത് പറയാം? 3ാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് എന്ത് പറയാം? മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടി ഉണ്ടായാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് പ്ലസ് ഡോട്ട് ഈസ് എ ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഫീൽഡ് ആവണമെങ്കിൽ നമുക്കിവിടെ സിമ്പിളായിട്ട് നമുക്ക് 3 പ്രോപ്പർട്ടീസ് മതി. ഇപ്പം എക്സാമ്പിളായിട്ട് ഏറ്റവും ചെറിയ ഫീൽഡാണ് ഇത് Z2. ഏതാ ഓപ്പറേഷന്? അഡീഷൻ മോഡുലോ 2, മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 2. അഡീഷൻ മോഡുലോ 2, മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 2. നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. Z6 അണ്ടർ അഡീഷൻ മോഡുലോ 6 ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 6 എന്നത് ഫീൽഡ് ആണോ അല്ലയോ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.